നമുക്ക് നിസ്കാരത്തിൽ ഫോക്കസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പടച്ചോനുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവണമെന്ന് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഈ കപ്പിൾസിൻ്റെയും ലവേഴ്സിൻ്റെയും ഇടയിൽ ഇത്രയും ഇമോഷണൽ ഫീലിങ്സ് വർക്കൗട്ട് ആവുന്നതെന്നുള്ളത്? അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരസ്പരം ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കഫേ, റെസ്റ്റോറൻറ്റ്, ബീച്ച്, പാർക്ക്, തിയേറ്റർ, സ്കൂൾ, കോളേജ്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, നമ്മൾ എവിടെയാണോ നമ്മുടെ ടൈമും നമ്മുടെ അറ്റൻഷനും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെയായിരിക്കും അറ്റാച്ച്മെൻറ്റും ഫീലിങ്സും ഉണ്ടാവുക. അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലാണ്, അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ കൽബിലുമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൽബ് എന്നുള്ളത് ഒരു എംപ്റ്റി റൂം അല്ല, അതിൽ ആരെങ്കിലുമൊക്കെ വന്ന് താമസിക്കും. ചിലപ്പോൾ ദുനിയാവിന്റെ ചിന്തകളും ദുനിയാവിലുള്ള മനുഷ്യന്മാരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ റബ്ബായിരിക്കും. അത് ആരാണ് താമസിക്കേണ്ടത് എന്നുള്ള നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഒരൊറ്റ കാര്യം, ആര് വന്ന് നമ്മുടെ കൽബിൽ താമസിച്ചാലും ജീവിച്ചാലും അവരായിരിക്കും നമ്മുടെ ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് റെന്റായിട്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നിസ്കാരത്തിൽ ഫീലിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പടച്ചോന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താൻ നോക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് സമയം കളഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിസ്കാരത്തിൽ ഓതുന്നതിൻ്റെയും ചൊല്ലുന്നതിൻ്റെയും ഒക്കെ അർത്ഥം പഠിച്ച് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പടച്ചോന്റെ മുന്നിൽ ഒറ്റക്കൊരു റൂമിലിരുന്ന് ഒന്ന് മനസ്സോർന്ന് സംസാരിച്ചു നോക്കുക. നമ്മുടെ സങ്കടങ്ങളൊക്കെ തുറന്നങ്ങോട്ട് പറയുക. ഇഷ്ടങ്ങളൊക്കെ ആ റബ്ബിനോട് ചോദിച്ച് യാചിച്ച് വാങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു നോട്ട് ചെയ്യാതെ നിങ്ങളെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും വേസ്റ്റ് ആവൂല. എല്ലാ കണ്ണീരും ഒരു ദിവസം സന്തോഷമായിട്ട് കംബാക്ക് ചെയ്യും ഇൻഷാ അല്ലാഹ്.